ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അറൈസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഫാറ്റ് കട്ടർ ഡ്രിങ്കിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഡ്രിങ്ക് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ വയറ്റിൻ്റെ അടിയിലുള്ള കൊഴുപ്പുകളെല്ലാം പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചി തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ വയറിലുള്ള ഈ അസിഡിറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾക്ക് ഗ്യാസ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബെല്ലി ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ കുറേ വെയ്റ്റ് ലോസ് ഡ്രിങ്ക്സും വെയ്റ്റ് ലോസ് ചാലഞ്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക്സ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് അതൊന്ന് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ ചെയ്തിട്ട് കുറേ പേർക്ക് നല്ല റിസൾട്ട് ഉണ്ടായി എന്നെല്ലാം പറഞ്ഞ് കമൻസ് എല്ലാം വരാറുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും യൂസ് ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഫാറ്റ് കട്ടർ ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഫാറ്റ് കട്ടർ ഡ്രിങ്ക് ഇവിടെ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 1 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുള്ള ഒരു കണക്കാണ് ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചി പീസാണ് വേണ്ടത്. അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ഞാനത് അവിടെ ഒന്ന് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇഞ്ചി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇതൊന്ന് ഇട്ട് 5 മിനിറ്റ് ഒന്നുകൂടി തിളപ്പിക്കാൻ വെക്കണം. അപ്പോൾ ഈ ഇഞ്ചി തിളച്ച് വരുമ്പോൾ അതിൻ്റെ എസൻസ് എല്ലാം നന്നായിട്ട് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാനിതിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റോളം തിളപ്പിക്കാൻ വെക്കുന്നത്. അപ്പോൾ അസിഡിറ്റി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് കൂടിയാണിത്. അപ്പോൾ അസിഡിറ്റി ഉള്ളവരാണെങ്കിൽ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതിയാവും. അസിഡിറ്റി പ്രോബ്ലം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ എണീച്ച് വെറും വയറ്റിൽ കുടിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത് നമുക്ക് ഒരു ദിവസം 2 നേരം വെച്ച് കുടിക്കാവുന്നതാണ്. അപ്പോൾ കാലത്തും വൈകിട്ടും ഒരു 3 ദിവസം മാത്രം കുടിച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. കാരണം ഇത് ഞാനും പരീക്ഷിച്ച് നോക്കിയ ഒരു ഡ്രിങ്ക് കൂടിയാണ്. അപ്പോൾ എനിക്കിതിൽ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൂടിയാണ് ഞാനിതിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ വെച്ചിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് കൂടിയാണ്. വെയ്റ്റ് ലോസ് ഡ്രിങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വയറ്റിലത്തെ കൊഴുപ്പ് പെട്ടെന്ന് തന്നെ വയറൊക്കെ ഇങ്ങനെ ബ്ലോട്ടിംഗ് ആയിട്ട് നിൽക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് തന്നെ വയറൊന്ന് കുറഞ്ഞ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് വയറ് കുറയണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ ഈ വെള്ളം 5 മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇഞ്ചിയുടെ എസൻസൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒന്ന് അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ അരിച്ചെടുത്ത ശേഷം നമ്മുടെ ഈ വെള്ളം കുടിക്കുന്ന ഒരു ചൂടിലായിട്ട് ഇവിടെ കുറച്ചൊന്ന് തണുത്തിരിക്കണം. ആ സമയത്താണ് നമ്മൾ ഇതിലേക്ക് അരമുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നാരങ്ങയെ നമ്മൾ ഇതിൽ ചേർക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ബോഡിയെ നല്ല ഹൈഡ്രേറ്റ് ആയി വെക്കാനും അതുപോലെ തന്നെ നമ്മുടെ മെറ്റാബോളിസം ലെവൽ നല്ലപോലെ ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ ചേർക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷേ അതിൽ കൂടുതൽ ചേർക്കണ്ട. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫാറ്റ് കട്ടർ ഡ്രിങ്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബെല്ലി ഫാറ്റ് കുറയ്ക്കണം എന്ന് താല്പര്യമുള്ളവർ ഈ ഡ്രിങ്ക് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളായിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.